ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ശാലിനി. കമ്പനി സ്പ്ലിറ്റ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സ്പ്ലിറ്റ് കമ്പനി ഡേറ്റ എന്ന് പറയുന്നത്. നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ചാണ്. ടാലി ERP 9 കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടാലി പ്രൈമിൽ എങ്ങനെയാണ് കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കമ്പനി സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്തിരിക്കണം. ഒരു കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ ചെയ്തിട്ടിരിക്കുകയാണ്. എന്താണ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയാം? റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് റിസീവ്ഡ് ബട്ട് വിൽ നോട്ട് റിസീവ്ഡ് എന്നാണ് റെസിപ്റ്റ് നോട്ടിന്റെ മീനിങ്. അതായത് ചില പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് റിസീവ് ചെയ്യും, പക്ഷേ ബില്ല് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും വരുന്നത്. അതിന് മുന്നേ നമുക്കൊരു പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഇൻവോയ്സ് നമുക്ക് കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ സ്റ്റോക്കിനെ അത് അഫക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോക്കിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയക്കകത്താണ് ഇത് കടന്നു വരുന്നത്. റെസിപ്റ്റ് നോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ റെസിപ്റ്റ് നോട്ട് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇവിടെ ഒരു കാര്യം കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. അതായത് ട്രാക്കിംഗ് നമ്പർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ട്രാക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രോഡക്റ്റിന്റെ ബില്ല് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഏരിയയാണ്. ഏത് പ്രോഡക്റ്റിനാണ് ഇൻവോയ്സ് വരാനുള്ളത് അല്ലെങ്കിൽ ബില്ല് കടന്നു വരാനുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആ പ്രോഡക്റ്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു ട്രാക്കിംഗ് നമ്പർ കൊടുത്ത് അതിനെ ലോക്ക് ചെയ്യാം. അങ്ങനെ ട്രാക്കിംഗ് നമ്പർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാം നോക്കാം. അതായത് ഡിസ്പ്ലേ പോയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി എടുത്തിട്ട് പർച്ചേസ് ബിൽസ് പെൻഡിങ് എന്ന് പറയുന്ന ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ബില്ലുകൾ പെൻഡിങ് കിടപ്പുണ്ട്, ഏതൊക്കെ പ്രോഡക്റ്റിന് ബില്ല് വരാനുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഗുഡ്സ് റിസീവ്ഡ് ബട്ട് വിൽ നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഇവിടെ വരുന്നതിൻ്റെ കാരണം ട്രാക്കിംഗ് നമ്പർ കൊടുത്തതുകൊണ്ട്. അപ്പം ഇൻ കേസ് ട്രാക്കിംഗ് നമ്പർ നമ്മൾ വിട്ടു പോവുകയാണെങ്കിൽ സാധാരണ രീതി ചെയ്യുന്ന പോലെ ഇവിടെ ഇങ്ങനെ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താണ് ഇങ്ങനെ റെസിപ്റ്റ് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിൽ പെൻഡിങ് ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റിന് ബില്ല് വരാനുണ്ടെന്നൊന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പ്രോഡക്റ്റ് മാത്രം കടന്നു വരുന്നു, ബില്ല് പിന്നീട് വരുന്നു എങ്കിൽ റെസിപ്റ്റ് നോട്ട് ഇട്ട് തന്നെ ഇൻവോയ്സ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് കമ്പനി ഡേറ്റ ആണ്. അപ്പൊ സ്പ്ലിറ്റ് കമ്പനി ഡേറ്റയും ഈ റെസിപ്റ്റ് നോട്ടും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പെൻഡിങ് ബിൽസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. അതിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഡിസ്പ്ലേ പോയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി, പർച്ചേസ് ബിൽസ് പെൻഡിങ് ഇങ്ങനെ എടുത്തു വെച്ച് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് പർച്ചേസ് അക്കൗണ്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പർച്ചേസ് ബിൽസ് ടു കം എന്ന് പറഞ്ഞ് കാണിക്കും. ഇങ്ങനെ നമുക്ക് ഇത് കാണാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പെൻഡിങ് ബിൽസ് കംപ്ലീറ്റ് ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ കമ്പനി സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് 31 മാർച്ചിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. ഒന്നാമത്തെ കാര്യം ഇതേപോലുള്ള പെൻഡിങ് ബില്ല് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് റെസിപ്റ്റ് നോട്ട് മാത്രമല്ല, ഡെലിവറി നോട്ട് ചെയ്യുന്ന കേസിലുമുണ്ട്. ഗുഡ്സ് ഡെലിവേർഡ് ബട്ട് ബിൽ നോട്ട് മെയ്ഡ് എന്നായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു എറർ വന്ന് കമ്പനിയെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ കമ്പനിയെ നേരത്തെ തന്നെ ബാക്കപ്പ് ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ്, അതായത് ടാലി പ്രൈമിൽ നമുക്ക് അഡീഷണലി തരുന്ന ഓപ്ഷനാണ് ഓൾട്ട് വൈ ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ടാലി ERP 9 കമ്പനി ഇൻഫർമേഷനിലാണ് കിടക്കുന്നത്. ഇപ്പൊ ടാലി പ്രൈമിൽ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോകുന്നവർ മുകളിലായിട്ടുള്ള ടൂൾ ബോക്സിൽ ഓൾട്ട് വൈ എന്ന് പറയുന്ന ഡേറ്റയിൽ ക്ലിക്ക് ചെയ്യുക.
ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് ബാക്കപ്പ് എടുത്തിരിക്കണം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പനിയെ എന്ത് ചെയ്തിരിക്കണം, ബാക്കപ്പ് ചെയ്തിരിക്കണം. അത് ഒരു കാര്യം. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് അൺഅഡ്ജസ്റ്റഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്. ഇപ്പൊ ഫോറിൻ കറൻസി ഡീൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലരും ടാലിയിൽ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് കറൻസി കൺവേർഷൻ നടത്തി കഴിഞ്ഞിട്ടാണ് ടാലിയിൽ സെയിലും പർച്ചേസും ഒക്കെ എൻട്രി ഇട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെ ഇട്ട് പോകാതെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ കറൻസി കണക്ട് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻസ് പാസ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മൾ ഓരോ ടൈമിൽ പർച്ചേസും സെയിലും മറ്റു കാര്യങ്ങളും ഒക്കെ കറൻസി കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുക. ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ അൺഅഡ്ജസ്റ്റഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞ് വന്നു കിടക്കും. അത് ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ആകാം. അത് നമ്മുടെ ട്രാൻസാക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ അല്ലെങ്കിൽ ലോസ് അതിനെ നമ്മൾ ജേർണൽ വൗച്ചറിനകത്ത് കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് മാറിയിരിക്കണം. സ്പ്ലിറ്റിന്റെ നേരെ വേരിഫൈഡ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവും. ഈ വേരിഫൈഡ് ഡേറ്റയിൽ കമ്പനിയുടെ നെയിം, ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഇവിടെ സൈഡിൽ വരും. ആ സൈഡിൽ ആ കമ്പനി സെലക്ട് ചെയ്തിട്ട് നമ്മളിന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, ഈ ലിസ്റ്റ് ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കും. ആ എറേഴ്സ് നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എറേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കും. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ വെരിഫൈ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും മുകളിലായിട്ട് ഓൾട്ട് വൈ ഡേറ്റയിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് എടുക്കുക. സ്പ്ലിറ്റ് ഡേറ്റയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി സ്പ്ലിറ്റ് കമ്പനി ഡേറ്റ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ കമ്പനി നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റ് ഫ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു ഡേറ്റ് ആണ് 1 സെപ്റ്റംബർ എന്ന് പറയുന്ന ഡേറ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. ദിസ് വിൽ ബി സെറ്റ് ആസ് ദ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഡേറ്റ് ഫോർ ദ ന്യൂ കമ്പനി. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്പ്ലിറ്റ് ഫ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ കമ്പനിയുടെ ബിഗിനിങ് ഡേറ്റ് ഏതാണോ അതാണ്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ടാലി റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് 1 സെപ്റ്റംബർ. നമുക്ക് ആ ഡേറ്റ് അല്ല വേണ്ടുന്നത്. അടുത്ത 2022 കടക്കുകയാണ്. അപ്പോൾ ഈ മാർച്ച് കഴിയുമ്പോഴത്തേക്കും 1 ഏപ്രിൽ 2022 എന്ന് പറഞ്ഞ് വേണം കൊടുക്കാൻ. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കമ്പനി 2 കമ്പനിയായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുന്നു. നെയിം ഓഫ് ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഫൈനാൻഷ്യൽ ഇയറിലോ ആയിട്ട് കണക്ട് ചെയ്ത 1 ഏപ്രിൽ 2021 തൊട്ട് 31 മാർച്ച് വരെയുള്ള ഫുൾ കണക്കുകളും അതിനകത്ത് കാണും. സെക്കൻഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ 2022 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനിയെ 2 കമ്പനിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 3 കമ്പനിയായിട്ട് ഇതങ്ങ് മാറുകയാണ്. നമ്മൾ ഇത് കൊടുക്കുക. സ്പ്ലിറ്റ് ഫ്രമിൻ്റെ അവിടെ ഈ ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നിലവിലുള്ള കമ്പനിയുടെ 2 കോപ്പിയാണ് നമുക്ക് വരുന്നത്. നെയിം ഓഫ് ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള കമ്പനിയുടെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും കോപ്പി ആയിട്ടുള്ള ഒരു കമ്പനി. ഇനി നെയിം ഓഫ് സെക്കൻഡ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത് 1 ഏപ്രിൽ 2022 മുതലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ള സെക്കൻഡ് കമ്പനിയും വരും. ഇങ്ങനെ വന്നിട്ട് നമ്മളിതിനെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 3 കമ്പനികളാണ് വരുന്നത്. അതായത് നമ്മുടെ ഒറിജിനൽ കമ്പനി, അത് കഴിഞ്ഞ് ഇവിടെ ഈ ബ്രാക്കറ്റിൽ ഡേറ്റ് വരുന്നത് ശ്രദ്ധിക്കുക. ബ്രാക്കറ്റിൽ ഡേറ്റ് വരുമ്പോൾ ഫ്രം 1 ഏപ്രിൽ 2021 നമുക്ക് ആവശ്യമല്ല, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം ഓൾറെഡി നിലവിലുള്ള എക്സിസ്റ്റിംഗ് കമ്പനിയുടെ തന്നെ കോപ്പിയാണ്. ഇനി ന്യൂ കമ്പനി ഫ്രം 1 ഏപ്രിൽ 2022 എന്ന് പറയുന്ന കമ്പനി, ഇത് നമുക്ക് ആവശ്യമാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ഏപ്രിൽ 2021 നമുക്ക് ആവശ്യമില്ല. അതിന് F3 കമ്പനി എടുക്കുക. അതിനകത്ത് ഓൾട്ടറിൽ പോവുക. ഓൾട്ടറിൽ പോയിട്ട് ഈ ഫ്രം 1 ഏപ്രിൽ 2021 എന്ന് എഴുതിയിരിക്കുന്ന കമ്പനി ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് നിലവിലുള്ള കമ്പനിയും അതോടൊപ്പം ന്യൂ കമ്പനി, അതായത് നോ വൗച്ചേഴ്സ് എൻറ്റേർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ 1 ഏപ്രിൽ 2022 എന്ന് പറയുന്ന കമ്പനിയിൽ വേണം നമ്മളിനി വർക്ക് ചെയ്ത് തുടങ്ങാൻ. നമ്മുടെ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനി മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം.
സ്പ്ലിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1 April 2022 എന്ന് പറയുന്ന കമ്പനി വന്നു. നോ വൗച്ചേഴ്സ് എൻറ്റേർഡ് എന്ന് പറയുന്നത് വേണം നമ്മൾ 2022 മുതൽ ട്രാൻസാക്ഷൻസ് പാസ് ചെയ്യേണ്ടത്. ട്രാൻസാക്ഷൻസ് പാസ് ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഡിസ്പ്ലേ പോയി അക്കൗണ്ട് ബുക്സ് എടുത്ത് ലെഡ്ജർ എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ കമ്പനിയുടെ എല്ലാ ലെഡ്ജേഴ്സും ഇതിനകത്തോട്ട് കോപ്പി ആവും. അതിൻ്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് കംപ്ലീറ്റിംഗ് ഇവിടെ ഓപ്പണിംഗ് ആയിട്ട് വരും. അപ്പോൾ ബാലൻസ് ഷീറ്റൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ. സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എല്ലാം ഇട്ട് ക്ലോസ് ചെയ്യണം. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ബാലൻസ് 2022 വരും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാതെ ഇരുന്നാൽ വർഷങ്ങളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു കമ്പനിയിൽ തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ കമ്പനിയുടെ ഡേറ്റയെ അത് അഫക്റ്റ് ചെയ്യും. അതിന് അത്രയും ഡേറ്റ താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. കമ്പനി എറർ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനും മാത്രമല്ല, ഓഡിറ്റ് മറ്റ് രീതിയിലുള്ള ടാക്സ് കംപ്ലൈൻസിനൊക്കെ നമ്മളെ കൂടുതലായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്പ്ലിറ്റിംഗ് കമ്പനി ഡേറ്റ എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് കമ്പനി ഡേറ്റ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സെക്ഷനായിട്ട് വരാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായും ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പ്രയോജനപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എത്തിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വാച്ചിങ്. താങ്ക് യു.